നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിനക്ക് കല്യാണാലോചന തുടങ്ങിയെന്ന് കരുതി എനിക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയില്ല. എൻ്റെ വിവാഹം എപ്പോൾ വേണം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം നീ അതങ്ങ് സമ്മതിക്ക്. ബാക്കി ഞാൻ പറയും പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വൈശാഖ് കോൾ കട്ട് ചെയ്തു. കണ്ണീരോടെ അവൾ ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു. വൈശാഖിൻ്റെ വാക്കുകളിൽ സ്നേഹമല്ല, മറിച്ച് ആധിപത്യത്തിൻ്റെ സ്വരമാണ് അവൾ കേട്ടത്. ആ വീഡിയോ അത് വെറും ഒരു ദൃശ്യമല്ല, തൻ്റെ അഭിമാനത്തിൻ്റെ തടവറയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. വൈശാഖേട്ടൻ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇനി എന്തെങ്കിലും ചതിക്കാനായിരിക്കുമോ? എങ്ങനെ വിശ്വസിക്കും? ആത്മാർത്ഥായി സ്നേഹിക്കുന്ന ഒരു പെണ്ണിനോട് ഇങ്ങനെ ദ്രോഹം ചെയ്യുമോ? വിവാഹം എപ്പോൾ വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വരികൾ അവളുടെ ഉള്ളിൽ ഭയത്തിൻ്റെ വിത്തുകൾ പാകി. തന്നെ സ്വന്തമാക്കാനാണോ അതോ തൻ്റെ ജീവിതം വെച്ച് മറ്റെന്തെങ്കിലും കളിക്കാനാണോ വൈശാഖേട്ടൻ ശ്രമിക്കുന്നത്? അഭിന എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ചു. അവൾക്ക് വല്ലാതെ സങ്കടം വന്നു. പക്ഷെ ആ വീഡിയോ അവൻ്റെ കയ്യിലുള്ളിടത്തോളം അവനെ അനുസരിക്കുകയല്ലാതെ അവൾക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ അഭിനയെ പെണ്ണ് കാണാൻ SI അനീഷ് രാജും അച്ഛൻ രാജ്മോഹനും അമ്മ വസുന്ധരയും കൂടി അഭിനയുടെ വീട്ടിലെത്തി. അവരെത്തിയെന്നറിഞ്ഞതും അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ തുടങ്ങി. മറ്റൊരുത്തനാൽ വഞ്ചിക്കപ്പെട്ട തനിക്ക് ആ വന്നിരിക്കുന്ന ആളുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള യോഗ്യതയില്ലെന്ന് അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അഭിന ഫോണെടുത്ത് വൈശാഖിനെ വിളിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വൈശാഖേട്ടാ, എനിക്ക് കഴിയില്ല. മറ്റൊരാളുടെ മുന്നിൽ ചെന്ന് ഒരു പ്രദർശന വസ്തു പോലെ നിൽക്കാൻ എനിക്കതിനുള്ള യോഗ്യതയില്ല. ആര് പറഞ്ഞു നിനക്കതിനുള്ള യോഗ്യതയില്ലെന്ന്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനു നിനക്കങ്ങനെ തോന്നണം? നീ അയാളുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയും വേണം, കല്യാണത്തിന് സമ്മതിക്കുകയും വേണം, വൈശാഖ് പറഞ്ഞു. എന്തിനാ വൈശാഖേട്ട ഇങ്ങനെ ചെയ്യുന്നത്? പ്ലീസ്, ഞാൻ അച്ഛനോട് വൈശാഖേട്ടൻ്റെ കാര്യം പറയട്ടെ? അഭിന ചോദിച്ചു. ഇപ്പം അതിനുള്ള സമയമായിട്ടില്ല. ആവുമ്പോൾ ഞാൻ പറയാം. ഇപ്പം നീ ചായയുമായി അയാളുടെ മുന്നിലേക്ക് ചെല്ല്. എന്നിട്ട് നിനക്ക് അയാളെ ഇഷ്ടമാണെന്ന് പറയ്. അല്ലാതെ മറിച്ച് എന്തെങ്കിലും ഉണ്ടായാൽ നിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ടെന്ന കാര്യം മറക്കണ്ട. വേഗം ചെല്ല് എന്ന് പറഞ്ഞ് വൈശാഖ് കോൾ കട്ട് ചെയ്തു. ഇതൊരു ട്രാപ്പാണെന്ന് അവൾ ഉറപ്പിച്ചു. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോഴും സ്വന്തം പ്രതിബിംബത്തെ നോക്കാൻ അവൾക്ക് ഭയം തോന്നി. ചായക്കപ്പുമായി അവരുടെ മുന്നിലേക്ക് നടക്കുമ്പോൾ തൻ്റെ കാലുകൾ ഇടറുമോ എന്ന് അവൾ ഭയപ്പെട്ടു. മോളെ, അവരെത്തി. അവർക്ക് ചായ കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറഞ്ഞ് താര അവിടേക്ക് വന്നു. അമ്മേ, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല അമ്മേ, അഭിന പറഞ്ഞു. നോക്ക് മോളെ, അച്ഛൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മോളുടെ നല്ലതിനായിരിക്കും. നീ ഒട്ടും വിഷമിക്കണ്ട. ആ വന്നിരിക്കുന്നത് നല്ല കുടുംബക്കാരാ, താര പറഞ്ഞു. ആ വന്നിരിക്കുന്നവർ നല്ലവരായിരിക്കാം അമ്മേ, എന്നാൽ അവർക്ക് മുന്നിൽ പോയി നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല, അഭിന മനസ്സിൽ പറഞ്ഞു. അവൾക്ക് അവളുടെ ഹൃദയമിടിപ്പ് ചെവികളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ ചായയുമായി അവൾ ഉമ്മറത്തേക്ക് നടന്നു. തലയുയർത്തി ആരെയും നോക്കാൻ അവൾക്കായില്ല. എന്നാൽ സോഫയിലിരുന്ന അനീഷ് രാജിൻ്റെ തീക്ഷ്ണമായ കണ്ണുകൾ അവൾക്ക് നേരെ നീളുന്നത് അവൾ അറിഞ്ഞു. ഒരു പോലീസുകാരൻ്റെ സൂക്ഷ്മതയോടെ അയാൾ അവളെ അളക്കുകയാണോ എന്ന് അവൾ സംശയിച്ചു. ഒരു പാവയെ പോലെ എല്ലാവർക്കും മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ ഉള്ളം വിങ്ങുകയായിരുന്നു. സ്നേഹത്തോടെ നോക്കുന്ന വസുന്ധരയുടെയും രാജ്മോഹൻ്റെയും മുഖത്തു നോക്കാൻ അവൾക്ക് ഭയം തോന്നി. മോളെന്താ ഒന്നും മിണ്ടാത്തത്? വസുന്ധര വാത്സല്യത്തോടെ ചോദിച്ചു. അഭിന ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് പാതി വഴിയിൽ മാഞ്ഞുപോയി. തനിക്ക് സംഭവിച്ച ചതി ഈ നിമിഷം ഇവിടെ വിളിച്ചു പറയണോ? അതോ അഭിമാനം രക്ഷിക്കാനായി ഈ നാടകം തുടരണോ എന്നറിയാതെ അവൾ നിന്നുരുകി. പെട്ടെന്ന് അനീഷ് രാജ് അവിടുന്ന് എഴുന്നേറ്റ്, എനിക്ക് അഭിനയോട് കുറച്ച് സംസാരിക്കണം. അയാളുടെ ഗൗരവമേറിയ സ്വരം കേട്ട് അഭിന ഒന്ന് ഞെട്ടിപ്പോയി. താൻ ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന രഹസ്യങ്ങൾ അയാളുടെ ആ നോട്ടത്തിൽ പിടിക്കപ്പെടുമോ എന്ന ഭയം അവളെ ആകെ തളർത്തിക്കളഞ്ഞു. അഭിനയുടെ ഉള്ളിലെ പരിഭ്രമം അതിൻ്റെ പാരമ്യത്തിലെത്തി. അനീഷിനൊപ്പം മുറ്റത്തെ മാവിൻ ചുവട്ടിലേക്ക് നടക്കുമ്പോൾ അവളുടെ ഉള്ളം പുകയുകയായിരുന്നു. അനീഷ് കുറച്ചുനേരം നിശബ്ദനായി നിന്നു. പിന്നെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, അഭിനയ്ക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതാണോ? അതോ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയതാണോ? അവളുടെ തൊണ്ടയിടറി. സത്യം വിളിച്ചു പറയാൻ മനസ്സ് തുടിച്ചെങ്കിലും വാക്കുകൾ പുറത്തു വന്നില്ല. എന്താ ഒന്നും മിണ്ടാത്തത്? നിന്റെ കണ്ണുകളിലെ ഈ ഭയം എന്തിനാണ്? എന്നെ ഒരു പോലീസുകാരനായി കണ്ട് പേടിക്കേണ്ട കാര്യമില്ല, അനീഷ് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അത് അങ്ങനെയൊന്നുമല്ല, അവൾ കഷ്ടപ്പെട്ട് പറഞ്ഞു തീർത്തു.
പക്ഷേ അവൻ്റെ കണ്ണുകളിലെ ആഴമളക്കാൻ അവൾക്കായില്ല. നോക്ക് അഭിന, ജീവിതം തുടങ്ങേണ്ടത് സത്യസന്ധതയിലാണ്. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം എന്തോ വലിയൊരു ഭാരം നീ ചുമക്കുന്നുണ്ടെന്ന്. അതെന്നോട് തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടോ? അനീഷിൻ്റെ ചോദ്യം ഒരു മുനയുള്ള അമ്പ് പോലെ അവളുടെ ഹൃദയത്തിൽ തറച്ചു. വഞ്ചിക്കപ്പെട്ടവൾ എന്ന് മുദ്ര കുത്തുമോ എന്ന ഭയം അവളിൽ നിറഞ്ഞു. അഭിന തൻ്റെ വാക്കുകൾ പാതി വഴിയിൽ നിർത്തി. സത്യം പറയാനാഞ്ഞ ആ നിമിഷം അവൾ വൈശാഖിൻ്റെ കയ്യിലുള്ള വീഡിയോയെക്കുറിച്ചോർത്തു. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അവൾ തൻ്റെ തീരുമാനം മാറ്റി. ഉള്ളിലെ കനൽ ഉള്ളിലൊതുക്കി അവൾ കള്ളം പറയാൻ തീരുമാനിച്ചു. എനിക്ക് പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് വരുന്നതിൻ്റെ ചെറിയൊരു പേടിയുണ്ട്. അല്ലാതെ മറ്റൊന്നുമില്ല, അവൾ വിക്കലോടെ പറഞ്ഞു. അനീഷ് അവളെ ഒരു നിമിഷം സൂക്ഷിച്ചു നോക്കി. അയാളുടെ ആ നോട്ടം അവളുടെ ആത്മാവിനെ തുളച്ചു കയറുന്നത് പോലെ അവൾക്ക് തോന്നി. അതാണോ? അതോ മറ്റെന്തെങ്കിലും ഉള്ളിലുണ്ടോ? അയാൾ വീണ്ടും ചോദിച്ചു. ഒന്നുമില്ല, അവൾ തറപ്പിച്ചു പറഞ്ഞു. അനീഷ് പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് അഭിനയെ ഇഷ്ടമായി. നിനക്ക് ആലോചിക്കാൻ സമയം വേണമെങ്കിൽ എടുത്തോ. ഉള്ളിലൊരു ഞെട്ടലോടെ അവൾ അനീഷിനെ നോക്കി. അവർ തിരികെ വീട്ടിലേക്ക് നടന്നു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷമായിരുന്നു. അനീഷിൻ്റെ വീട്ടുകാർക്കും അഭിനയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ജാതകവും മറ്റു കാര്യങ്ങളും നോക്കി വിവാഹം ഉറപ്പിക്കാൻ തീരുമാനിച്ചാണ് അവർ പടിയിറങ്ങിയത്. അവർ പോയി കഴിഞ്ഞപ്പോൾ അഭിന അവളുടെ റൂമിലേക്ക് ഓടിക്കയറി കതകടച്ചു. കണ്ണാടിയിൽ നോക്കി അവൾക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. ഞാൻ അയാളെ ചതിക്കല്ലേ? അവൾ സ്വയം ചോദിച്ചു. പക്ഷേ മറ്റൊരു വഴിയും അവളുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ടേബിളിന് മുന്നിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അവൾ അതെടുത്തു നോക്കി. വൈശാഖിൻ്റെ മെസ്സേജായിരുന്നു. പെണ്ണ് കാണൽ കഴിഞ്ഞ ഉടനെ വിളിക്കണം. അവൾ ഫോൺ എടുത്ത് വൈശാഖിനെ വിളിച്ചു. പെണ്ണ് കാണൽ കഴിഞ്ഞോ? വൈശാഖ് ചോദിച്ചു. വൈശാഖേട്ടാ, ഇത് ചീറ്റിങ്ങാ. അവർ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുക. എനിക്ക് കഴിയില്ല വൈശാഖേട്ടാ, പ്ലീസ്, ഞാൻ അച്ഛനോട് എല്ലാം പറയട്ടെ? അവൾ അവനോട് യാചിച്ചു. നീ നിന്റെ അച്ഛനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്ന ആ നിമിഷം ഈ വീഡിയോ നിന്റെ അച്ഛൻ്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ടാകും, വൈശാഖ് പറഞ്ഞു. എന്തിനാ വൈശാഖേട്ടാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കരഞ്ഞുകൊണ്ട് അഭിന ചോദിച്ചു. എല്ലാം ഞാൻ പറയാം, നിന്റെ കല്യാണക്കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് വൈശാഖ് കോൾ കട്ട് ചെയ്തു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെന്ന് കട്ടിലിൽ കിടന്നു. ദിവസങ്ങൾ കടന്നുപോയി. വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ അഭിനയുടെ അച്ഛൻ ഉഷാറായി തുടങ്ങി. വൈശാഖ് ചതിക്കാനുള്ള നീക്കമാണെന്ന് മനസ്സിലാക്കിയതിനാൽ അനീഷിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫോൺ കോളുകൾ അഭിനയെ വല്ലാതെ പരിഭ്രമിപ്പിച്ചു. ഓരോ തവണ അനീഷ് വിളിക്കുമ്പോഴും താൻ പിടിക്കപ്പെട്ടോ എന്ന ഭയം അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രി അപ്രതീക്ഷിതമായി അനീഷിൻ്റെ ഒരു മെസ്സേജ് അവളുടെ ഫോണിലേക്ക് വന്നു. അഭിന, നിനക്ക് എന്തെങ്കിലും പ്രത്യേകമായി എന്നോട് പറയാനുണ്ടോ? ഇനിയും സമയമുണ്ട്. ആ സന്ദേശം കണ്ടതും അഭിനയുടെ കൈകൾ വിറച്ചു. അയാൾക്ക് എന്തെങ്കിലും സൂചന ലഭിച്ചോ? അതോ അയാൾ തന്നെ പരീക്ഷിക്കുകയാണോ? മറച്ചുവെച്ച സത്യം ഒരു കല്ലുപോലെ അവളുടെ ഹൃദയത്തിൽ ഭാരം കൂട്ടി.